Good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. 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 Good morning, Okay. ma'am. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? മാം ഞാനാണ് ഇന്ന് പ്രയർ. സൗണ്ട് കേൾക്കുന്നില്ല പിള്ളേരെ? ഞാനാണ് ഇന്ന് പ്രയർ. സ്നേക്ക് പിച്ചിങ് മുതലേ എടുക്കേണ്ടത്. അതെ, ഫസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മ? അല്ലല്ല ഒന്നുമില്ല മാം. ക്ലിയർ ആവുന്നില്ലേ മാം? ഹലോ, ഡ്രോണിങ് തൊട്ടെടുക്കണം. എവിടെ മുതലാണ്? ബ്ലീഡിങ്ങിന്റെ ട്രീറ്റ്മെന്റ് വരെ പറഞ്ഞു. ഓക്കെ, ബ്ലീഡിങ്ങിന്റെ ട്രീറ്റ്മെന്റ് വരെ പറഞ്ഞു. ഇനി ട്രീറ്റ്മെന്റിൽ 4ാമത്തെ പോയിന്റ് പറഞ്ഞിട്ടില്ല. സ്നേക്ക് ബൈറ്റിംഗ് തൊട്ട് തുടങ്ങണം. 3ാമത്തെ പോയിന്റ് മുതൽ എടുക്കണം. ഓക്കെ, നോക്കാട്ടെ കുട്ടികളെ. അപ്പോ പാമ്പ് കടിയൊക്കെ സാധാരണയായിട്ട് എന്താ നിങ്ങൾ ചെയ്യാറ്? Good morning all. Okay, prayer. Hello. ഞാനാണ് പ്രയർ. എന്റെ പേര് ഷേർലി ഫ്രം ആലപ്പുഴ. കേക്കാവോ മാം? പറഞ്ഞോളാ. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We'll walk hand in hand, we'll walk hand in hand, we'll walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Thank you. Sign ആരാ പറയുന്നത്? Today's quote. Okay. I am Sinu Shagar. I am from Ernakulam. Today's quote: "You must be the change you wish to see in the world." Mahatma Gandhi. Thank you, ma'am. Okay, thank you. Sign ആരാ? Munira. Okay, Good morning, ma'am, and good morning, my friends. I am Munira, coming from Calicut. Now I am going to tell a story. The story name is A Foolish Rabbit. One day, a rabbit was sleeping under the tree. Suddenly, a stone fell on his head. He woke up and he thought his sky is falling down. Oh! He started running and kept shouting, "The sky is falling down, the sky is falling down, the sky is falling down. Run to save your lives." Many animals and birds start running with the rabbit. The butterfly who is sitting next to the rabbit, it was just a stone that fell on his head. Moral of the story: don't believe everything on what others say unless you see it. Thank you. Okay, നല്ല മോറൽ സ്റ്റോറി ആയിരുന്നു കേട്ടോ. നല്ലായിരുന്നേ. Thank you, ma'am. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് സ്നേക്ക് ബീറ്റിംഗ് ആണ്. നമ്മള് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറ്? നമ്മൾ കാണുന്ന എല്ലാ പാമ്പുകളിലും വിഷം ഉണ്ടാവും? ഇല്ല. ശരിയാണ്, ഇല്ല. കാണുന്ന എല്ലാ പാമ്പുകളും എന്തല്ല? പോയിസണസ് അല്ല. നമ്മൾ എങ്ങനെ മനസ്സിലാക്കും പോയിസൺസ് ആണോ പോയിസൺസ് അല്ലേ സ്നേക്സ്? നമ്മളൊരാൾ പാമ്പ് കടി ത്രികോണത്തിലുള്ള തലയാണെങ്കിൽ അതിന് വിഷം ഉണ്ടാവും. നോക്കാട്ടോ, പാമ്പ് കടി ഏറ്റു, പാമ്പിനെ കണ്ടില്ല എന്ന് വിചാരിക്കോ, അപ്പൊ എങ്ങനെ മനസ്സിലാക്കും? ശരീരമൊക്കെ വയലറ്റ് കളറിലൊക്കെ വന്ന് നീരൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? അല്ല, നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് മാം, നീല കളറിലൊക്കെ. അല്ല, അങ്ങനെ ആവും മിസ്. അങ്ങനെ
ഇവിടെ അടുത്ത് അങ്ങനെ ഒരാളെ പാമ്പ് കടിച്ചിരുന്നു. അത് താറിൽ കുടുങ്ങിപ്പോയ പാമ്പിനെ രക്ഷിച്ചതാ. പാമ്പ് വിചാരിച്ച് മൂപ്പരാളതിനെ കൊണ്ട് ചിട്ടേന്ന്. ആ ദേഷ്യത്തിൽ അതെടുത്ത് കൊത്തി. എന്നിട്ട് ICUലൊക്കെ ആയിപ്പോയി. പിന്നെ തൊടയുമെന്നെങ്ങനെ ഈ ഇത് കഷ്ണമൊക്കെ വെട്ടി മാറ്റേണ്ടിയൊക്കെ വന്നിട്ട് കാലിന്റെ ആള് രക്ഷപ്പെട്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആള് ആ സമയത്ത് കുറച്ച് അടിച്ച് ഫിറ്റ് ആയ സമയത്താണ് ഈ പാമ്പിനെ രക്ഷിക്കാൻ പോയത്. ഓക്കെ, നോക്കാട്ടോ. 2 ഇമേജ് കാണുന്നില്ലേ? ഇതിൽ ഏത് പാമ്പാണ് വിഷമുള്ളത്? ഈ ടൈപ്പ് പാമ്പിനാണ് വിഷമുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് കടിയേറ്റ ഭാഗം നോക്കാം. 2 പോയിന്റ് ആണ് നമുക്ക് കാണുന്നത്. സ്നേക്കിന്റെ 2 പോയിന്റ് ആണ് നമുക്ക് കാണുന്നതെങ്കിൽ ഇതാണ് എന്ത് വിഷമുള്ള പാമ്പ്. ഇതാണ് ഇങ്ങനെ പല്ലുകൾ കൂടുതലായിട്ട് നമ്പേഴ്സ് കൂടുതലാണെങ്കിൽ അത് വിഷമില്ലാത്ത പാമ്പാണ്. ഓക്കെ, അത് എന്താ പ്രശ്നം പറ്റണേന്ന് അറിയാവോ? നമ്മളിപ്പോ പാമ്പ് കടി ഇട്ട് കഴിയൂലേ, അപ്പൊ എല്ലാവരും എന്താ വിചാരിക്കാം, പാമ്പ് വിഷമുണ്ടെന്ന് വിചാരിച്ച് ചിലപ്പോ എന്താണ് പാമ്പ് കടിച്ചു എന്നല്ലേ കാണുന്നത്, പാമ്പാണ് കടിച്ചത്. അപ്പൊ നമ്മളുടെയൊക്കെ മനസ്സിലൊരു ഇതുണ്ട്, പാമ്പ് കടി ചിലപ്പോ മരിച്ചു പോകും എന്നുള്ള ഇമേജ്. ചിലപ്പോ പാമ്പ് കടി ഏറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ചിലപ്പോ മരണപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ആ ടെൻഷൻ കാരണം കേട്ടാ, ജസ്റ്റ് കളയാക്കി പറഞ്ഞല്ല, അങ്ങനെ സംഭവിച്ചത് കഥകളുണ്ട്, കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ. അത് പാമ്പ് കടി ഏറ്റാണ്. സാധാരണ ഇത് നീർക്കോലി ഇങ്ങോട്ടായിരുന്നു, പക്ഷെ അത് കണ്ടില്ല, പാമ്പ് ഏതാന്ന് കണ്ടില്ല. ഇത് ഒരു പാമ്പ് കടിച്ചു, പാമ്പ് എഴുതി പോണ വാലം കണ്ടത്. അങ്ങനെ വിചാരിച്ചു എന്താണ് ഭയങ്കര വലിയ പാമ്പാണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ എന്ത് ഇത് കുഴഞ്ഞു വീണു. ആൾക്കാര് എന്താണ് പാമ്പ് കുത്തുകയും ചെയ്തു, ആള് ബോധം കെട്ട് വീഴുകയും ചെയ്തു. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹാർട്ടിന് പ്രശ്നം എന്നല്ല പറഞ്ഞത്, എന്താണ് സ്നേക്ക് ബീറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ അവർ വിചാരിച്ചത് അൺകോൺഷ്യസ് ആയി. നോക്കി കഴിഞ്ഞപ്പോ എന്താണ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. CPR ഒക്കെ കൊടുക്കാൻ നോക്കി, പക്ഷെ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കല്ല കൊണ്ടുപോയത്. അത്യാവശ്യം ഈ വിഷം വെച്ചാല് എന്താ പറയാ, പാമ്പിന്റെ പാമ്പ് കടിയേറ്റ ട്രീറ്റ്മെന്റ് കിട്ടൂലേ, അങ്ങനത്തെ ടൈപ്പ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. എന്ന് വെച്ചാല് വെനം ഉള്ള ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് പേഷ്യന്റിനെ. അപ്പൊ അത്രയും ടൈം സേവ് ചെയ്യേണ്ട ഫസ്റ്റ് ഗോൾഡൻ അവേഴ്സ് അവിടെ മിസ്സായി. അതാ പ്രശ്നം പറ്റിയത്. പക്ഷെ പാമ്പിന് വിഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, മോസ്റ്റ് ഓഫ് നമ്മൾ കാണുന്ന ഭൂരിഭാഗം സ്റ്റേറ്റും എങ്ങനെയല്ല, പോയിസൺസ് അല്ല. പക്ഷെ അവരുടെ ചിലപ്പോ ആ ബീറ്റ് നമ്മളുടെ എന്താണ്, ബട്ട് ഈവൻ ദർ ബീറ്റ് ബ്രിങ്സ് അബൌട്ട് എ ഡിസ്മിസ് ഓൺ അക്കൗണ്ട് ഓഫ് ഷോക്ക്. നമ്മളെ ഷോക്കിലേക്ക് വിടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് വെരി റിക്വയർഡ് ടു അപ്ലൈ ഫസ്റ്റ് എയ്ഡ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് അപ്ലൈ ചെയ്യണം. ഇപ്പൊ നമുക്ക് പാമ്പ് കടി ഏൽക്കുന്നത് ഇവിടെയാണ് വിചാരിക്കും. ഞാൻ ഇപ്പൊ ഇവ കാണിക്കുന്ന ഈ ഒരു പോർഷനിലാണ് പാമ്പ് കടി ഏൽക്കുന്നതെങ്കിൽ നമ്മൾ ഈ താഴത്ത് ഇവിടെ ഗുഡ് മോർണിംഗ് ഓൾ, ഈ ഒരു ഭാഗത്തും അതേപോലെ ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ടൈ ചെയ്യണം, നല്ല രീതിയിൽ മുറുക്കി കെട്ടണം. അപ്പൊ കാലം വെക്കുന്ന സാധാരണ രീതിയിൽ പാമ്പ് കടിക്കണമെങ്കിൽ കടിയേറ്റതിന്റെ മുകളിലും താഴത്തും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മുറുക്കി കെട്ടണം. ഇനി ഇവരിതിൽ പറയുന്നുണ്ട്, the injury must be enlarged with clean and sharp edged knife. നല്ല ക്ലീനും ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള നൈഫ് യൂസ് ചെയ്ത് പോയിസണസ് ആയിട്ടുള്ള പാമ്പ് പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനോട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം പോയിസണസ് സ്നേക്ക് ഉണ്ട്, നോൺ പോയിസണസ് സ്നേക്ക് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. നിങ്ങൾക്ക് ഇത്രയും നാൾ അറിഞ്ഞുകൂടാലോ 2 ടൈപ്പ് സ്നേക്ക് ഉണ്ടെന്ന് അറിയാം, പക്ഷെ അത് ഏതാണ് വിഷമുള്ള പാമ്പ് ഏതാണ് വിഷമില്ലാത്ത പാമ്പ് എന്ന് അറിഞ്ഞുകൂടായിരുന്നല്ലോ. ഇപ്പോഴല്ലേ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ പോയിസണസ് സ്നേക്ക് ഏതാണ്, പോയിസണസ് സ്നേക്കിന്റെ ബീറ്റ് ഏതാണ്, നോൺ പോയിസണസ് സ്നേക്കിന്റെ ബീറ്റ് ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് നല്ല രീതിയിൽ ഏത് സ്നേക്ക് ആയാലും ബാൻഡേജ് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തു. കാരണം എന്താണ്, ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടോന്ന്, പോയിസൺ ഉണ്ടോന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണതായിരിക്കും നല്ലത്. അപ്പൊ നല്ല രീതിയിൽ കെട്ടി വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഈ നൈഫ് ഉപയോഗിച്ച് ചിലവർ അങ്ങനെ ചെയ്യും, കാരണം പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് ഒഴുക്കി വിടാനായിട്ട് നോക്കും. അപ്പൊ ഇവർക്ക് പാമ്പ് കടിച്ചു, നൈഫ് ഒക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്തു, ഇതിന്റെ ബ്ലഡ് ഒരുപാട് എന്ത് ചെയ്തു, ഒഴുക്കി വിട്ടു എന്ന് വിചാരിക്കും. ചിലപ്പോ അദ്ദേഹത്തിന് കടിച്ച പാമ്പ് എന്തായിരിക്കണം എന്നില്ല, പോയിസണസ് സ്നേക്ക് ആവണമെന്നില്ല, നോൺ പോയിസണസ് സ്നേക്ക് ആണെന്ന് വിചാരിക്കും, വിഷമില്ലാത്ത പാമ്പാണ്.
അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് നഷ്ടപ്പെട്ട് ചിലപ്പോ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത നൈഫ് കത്തി അത്ര നല്ല ഷാർപ്പ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തുരുമ്പൊക്കെ ഉള്ള കത്തിയാന്ന് വിചാരിക്കും, അങ്ങനെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. തുരുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ മുറിവില് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്, പാമ്പ് കടിയേറ്റോ, ആൾക്ക് പാമ്പ് കടി ഇട്ട് കഴിഞ്ഞാല് അയ്യോ പാമ്പാന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കല്ല വേണ്ടത്. നമ്മൾ നോക്കാം, കടിയേറ്റ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. വേഗം അടുത്ത് എന്ത് വള്ളിയാണോ ചരടാണോ കിടക്കുന്നത് ആ വള്ളിയോ ചരടോ യൂസ് ചെയ്ത് നല്ല രീതിയിൽ മുകളിലും താഴെയും ടൈറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, കെട്ടിവെക്കാം. എന്നിട്ട് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. എന്നിട്ട് പേഷ്യന്റിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉറങ്ങാനായിട്ട് വിടാൻ പാടില്ല, കോൺഷ്യസ് ആക്കണം. ബോധം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. സാധാരണ ബോധം നഷ്ടപ്പെട്ട് പോകുമ്പോ പേഷ്യന്റ് എന്ത് ചെയ്യണം, കവളത്ത് ഇങ്ങനെ മാറി മാറി അടിച്ചാൽ മതി. മുഖത്ത് അടിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടു പോരാ. അൺകോൺഷ്യസ് ആവാനായിട്ട് പാടില്ല, കാരണം ട്രീറ്റ്മെന്റ് കൊണ്ട് പിന്നെ പ്രതികരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കോൺഷ്യസ് ആക്കി ഇരിക്കണം. സോ നമ്മളിങ്ങനെ കവളത്ത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അടിച്ചോണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ പേഷ്യന്റ് അൺകോൺഷ്യസ് ആവാനുള്ള ചാൻസ് കുറവാണ്. ഇനി പാമ്പ് കടിയേറ്റൊരു സംഭവം നിങ്ങളുടെ ഇപ്പൊ ആ കൊച്ചു പറഞ്ഞില്ല, മുനീറ പറഞ്ഞില്ല, അതേപോലെ ഒരു ഇൻസിഡന്റ് എന്റെ ചെറുപ്പത്തില് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ സ്കൂളിൽ സംഭവിച്ചു. ഞാൻ 4ലും എന്റെ അനിയത്തി 1ാം ക്ലാസ്സിലാണ് പഠിക്കണേ കേട്ടോ. അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അനിയൻ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല പരിചയമുള്ള കുട്ടികളാണ്. സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് ഇവരെല്ലാവരും വീടൊക്കെ, ഞങ്ങളുടെയൊക്കെ വീട് അങ്ങനെ ഇരുന്നു, അടുത്തായിരുന്നു. അപ്പൊ ഇവര് കളിക്കാൻ പോയി, വൈകുന്നേരം ആ പിള്ളേരാണല്ലോ കളിക്കാൻ പോയി. ഒരു 6:30 ആയ സമയത്ത് കളി കഴിഞ്ഞ് പാടത്തേക്ക് കൂടി, അവർ പാടുണ്ട് ഫ്രണ്ടില്, അപ്പൊ പാടത്തേക്ക് കൂടിയാണ് ഞാൻ നടന്നു വരുന്നത്. അങ്ങനെ നടന്നു വന്നപ്പോ എന്താണ്, അവന്റെ കാലുമ്പോ എന്തോ കടിച്ചതുപോലെ തോന്നി. കൊച്ചിന്റെ കാലുമ്പ, ചെറുതിന്റെ കാലുമ്പോ എന്തോ കടിച്ചതുപോലെ തോന്നി. അവനെന്തോ കടിച്ചു ചേട്ടാന്ന് പറഞ്ഞപ്പോ ചേട്ടൻ സൈക്കിളിലായിരുന്നു. അപ്പൊ പറഞ്ഞ എന്തെങ്കിലും ഉറുമ്പ അങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോ പാടാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ ഒരു കവലയുണ്ട്. കവലാന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരൊക്കെ മുതിർന്നവരൊക്കെ കൂടി നിൽക്കുന്ന ഒരു കവലയാണ്. അവിടെ കഴിഞ്ഞു നടന്ന് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴും ഇവ പറഞ്ഞില്ല കേട്ടാ അങ്ങനെ എന്തോ കഴിച്ച്, കാരണം അച്ഛൻ കളിക്കാൻ വിട്ടില്ലെങ്കിലോ നാളെ എന്ന് പേടിച്ചിട്ട് ഇവര് പറഞ്ഞൊന്നുമില്ല. അവർ വീട്ടിൽ നിന്ന് ഒരു 7-6:30 എന്ത് സംഭവം നടക്കണേ, 7-7:30 ഒരു മണിക്കൂർ കഴിഞ്ഞ് 7-8 മണി കണ്ടായി തോന്നുന്നത്. അച്ഛനോട് ഈ ചെക്കനെ ഒട്ടും പറ്റാത്ത പോലെ ഭയങ്കരമായിട്ട് അൺകോൺഷ്യസ് ആയി പോണ പോലെയൊക്കെ തോന്നി. ഭയങ്കരമായിട്ട് വെട്ടി വേർക്കണം, അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്. അപ്പോഴാണ് മൂത്ത ആള് പറഞ്ഞത് അവനെന്തോ ഒരു വൈകുന്നേരം ഞങ്ങൾ നടന്നു വരുന്ന സമയത്ത് എന്തോ കടിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ്, അന്ന് കുട്ടികളാണല്ലോ, നമുക്കൊന്നും വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് കാല് നോക്കി കഴിഞ്ഞപ്പോ അത് പാമ്പ് അടിച്ചെന്ന്. ആ ഒരു ഭാഗമൊക്കെ നീലച്ചിട്ടുണ്ട്, അതിന്റെ ബോഡിയിൽ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങി. അപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി വേഗം കെട്ടി അപ്പോഴേക്കും വിഷം ഏകദേശം പോയിസൺ ശരീരത്തിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഏകദേശം കയറിയിട്ടുണ്ടായിരുന്നു. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ 2 ദിവസം ICU കിടന്നു. ട്രീറ്റ്മെന്റിനോട് പ്രതികരിക്കണമൊന്നുമില്ല. അപ്പൊ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോ അവന്റെ അച്ഛനോട് അവൻ പറഞ്ഞത്, അച്ഛനിക്ക് ദാഹിക്കണം, കാരണം ഫുള്ളും ഇതേപോലെ ഗ്ലൂക്കോസും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കണം, ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അച്ഛനിക്ക് ദാഹിക്കണം, കരിക്കും വെള്ളം വാങ്ങിച്ചോണ്ട് വരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അവന്റെ അച്ഛൻ പോയി കരിക്കും വെള്ളം വാങ്ങിച്ചുകൊണ്ട് തന്നേക്കാളും മുമ്പായിട്ട് അവൻ മരിച്ചു. അപ്പൊ അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു, കാരണം ഞങ്ങളുടെ ഒപ്പം തന്നെ കളിക്കാനും അതേപോലെ ഭയങ്കര ആക്റ്റീവായിട്ട് കളാം. കാരണം എനിക്കും പരിചയമാണ്, എന്റെ നെറ്റ് ക്ലാസ്സിലായതുകൊണ്ടും ഇവന്റെ അനിയനാണെന്നുള്ളൊരു 2 പരിചയം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് എന്റെ അനിയത്തിനെ ഞാൻ കാണാൻ പോകുമ്പോഴും അവളെ വിളിച്ചുകൊണ്ട് വരാൻ പോകല, ക്ലാസ് കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ടൊക്കെ വരുന്ന സമയത്ത് ഇവരെ കാണും. ഈ ചെക്കനും അനിയനും കൂടെ ഒരുമിച്ച് പോകണത്. അപ്പൊ നമുക്ക് പരിചയമാണ്, ഇവരെ ചെറുതായി കണ്ടിരിക്കുന്ന നല്ല പരിചയമാണ്. അപ്പൊ സംസാരിക്കുകയൊക്കെ ചെയ്യണതാണ്. നല്ല ചാടിയോട് നല്ല ആക്റ്റീവായിട്ടുള്ള കൊച്ചാണ്. പക്ഷെ 2 ദിവസം ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അവിടുത്തെ പാടത്തും ഭയങ്കരമായിട്ട് ക്ലീനൊക്കെ ചെയ്തു. ഈ പാമ്പിനെ കണ്ടു, ആൾക്കാരെ കണ്ടു, എന്നിട്ട് അതിനെ കൊല്ലൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് 2 വഴി കൂടെ പോകാം. ഒന്ന് പാടത്തിന്റെ നടുക്കേ കൂടി ക്രോസ് ചെയ്ത് സ്കൂളിലേക്ക് പോകാം, റോട്ടിൽ കൂടെയും പോകാം. റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇത്തിരി ദൂരം ഉണ്ടെന്നുള്ളൂ, കുറച്ചും കൂടി നടക്കണം. അപ്പൊ ഞങ്ങളൊക്കെ എല്ലാവരും വാൺ ചെയ്തു, പാടത്തിൽ കൂടെ ആരും വരാൻ പാടില്ല. ഇനി എങ്ങനെ ഏതെങ്കിലും പിള്ളേര് പാടത്തിൽ കൂടെ വരുമ്പോ പറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, കാരണവന്മാര്, ഇല്ലടാ കുഴപ്പമൊന്നുമില്ല, ചുമയാണല്ലേ, സൗണ്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പാടത്തിൽ കൂടി ഞങ്ങൾ വരുന്നതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചീത്ത പറയും. പിന്നെ ആരെയും അതിൽ കൂടെ നടത്താറുണ്ടായിരുന്നില്ല കുറെ നാളത്തേക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞ പാടമൊന്നുമില്ല, എന്റെ സ്കൂൾ മാത്രമേ ഉണ്ട് അവിടെ. അവിടെ ഫുള്ളും ബിൽഡിങ് വന്നു, വീടുകൾ വന്നു, വലിയ വീടുകളൊക്കെ വന്നു. മുമ്പ് പാടമൊക്കെ ആയിരുന്നു, അതിപ്പോ ഫുള്ളും എന്താ പറയാ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ആയി.
അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. കാരണം കടിച്ച പാമ്പ് രക്തണലിയായിരുന്നു കേട്ടോ. അത് ഒരുപാട് ബ്ലഡ് ഒക്കെ ലോസ് ആയി, അങ്ങനെ കുറെ അത് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോ അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പ്രായം 23 വയസ്സായാണ് ആ കൊച്ചിന്. ഒരു ഇൻസിഡന്റ് ഞങ്ങളുടെ ചെറുപ്പത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പാരന്റ്സ് ഒക്കെ നല്ല രീതിയിൽ വാൺ ചെയ്തു. ചില പാടത്തേക്കുള്ള നടക്കാൻ പാടില്ല. മെയിൻ ആയിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ട് പോവുള്ളൂ, ക്ലാസ്സിന് പോകാനായിട്ട് ലേറ്റ് ആയിട്ട് പോകും. അപ്പോ എളുപ്പ വഴിയാണ് ഈ പാടത്തിന്റെ അതിൽ കൂടെ ഞങ്ങൾ ഓടി പോണത്. പക്ഷെ അന്ന് ആ ഒരു സംഭവം നടന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു കവലയുണ്ട്, അവിടെ കുറെ ചേട്ടന്മാര് വലിച്ചന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ആ വഴി പോയപ്പോ ഇവനെന്തോ കാലുമൊക്കെ അടിച്ച് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലോടും മുതിർന്നവരോട് ആരെങ്കിലോടും പറഞ്ഞിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കണേ. കാരണം ആ സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും പറ്റും, അപ്പൊ തന്നെ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും പറ്റും. അതേപോലെ നമ്മളിപ്പോ വർക്ക് ചെയ്യാണ്, നമ്മുടെ ഹോസ്പിറ്റൽ, നമ്മളിപ്പോ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോ ഞാനിവിടെ വർക്ക് ചെയ്യല്ലേ, ഇവിടെ നോർമലാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് ഈ വില ഉള്ളത്, പാമ്പുകൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്ന വില, അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റൽ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് എന്റെ ഒരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്റെ ഏരിയയിലുള്ളത്, എറണാകുളത്തുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലെയും ഞങ്ങൾക്ക് ആ ബുക്കിലുണ്ട് പഠിക്കാൻ. പക്ഷെ ഞാൻ എന്റെ സ്ഥലത്ത് വെച്ചാൽ എനിക്ക് വേണ്ടത് എന്താണ്, എറണാകുളത്തായിരിക്കും പാമ്പ് ഡേറ്റയായിട്ട് കൊണ്ടുവന്നു വരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ പറവൂര് താലൂക്ക് ഹോസ്പിറ്റലില് ഈ ആന്റിവയനത്തിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലും ട്രീറ്റ്മെന്റ് ഉണ്ട്. എനിക്കറിയാം 2 ഹോസ്പിറ്റലിലേക്കാണ് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ആർക്കെങ്കിലും പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ഇവര് എത്രയും പെട്ടെന്ന് ഈ 2 ഹോസ്പിറ്റലിലേക്കാണ് അടുത്തുള്ള ഹോസ്പിറ്റൽ, അവിടെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് എനിക്കറിയാം. അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഉണ്ട്. എനിക്ക് അടുത്തുള്ള 2 ഹോസ്പിറ്റൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന തൃശ്ശൂരാണല്ലേ, അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള അതിനടുത്ത് ഏതൊക്കെ ഹോസ്പിറ്റലാണ് ഈ ആന്റിവെനം ട്രീറ്റ്മെന്റ് ഉള്ളത്, എത്ര പെട്ടെന്ന് നമുക്ക് പേഷ്യന്റ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടീനെ കൊണ്ട് എത്ര പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിച്ചെല്ലാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് നോക്കി വെക്കണം, നല്ലതായിരിക്കും കേട്ടോ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ആക്സിഡൻസ് എപ്പോഴാണ് സംഭവിക്കുന്നത്. സ്കൂളിൽ വെച്ച് നടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളുടെ ടീച്ചറിന്റെയും അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും അനാസ്ഥയായിട്ടാണ് മിക്കവരും കണക്കാക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള എല്ലാ അംഗന്മാരും നോക്കി നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണ്, ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഉള്ള ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് നമ്മളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് 2 കാര്യമുണ്ട്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ നോക്കാം, സ്കൂളിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലും നമ്മളൊന്ന് നോക്കി വെക്കാം. കാരണം നമ്മൾ ചിലപ്പോൾ പ്ലേസ് ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ജോബ് കിട്ടണത് വേറെ നമ്മുടെ അടുത്ത് തന്നെ ആവണമെന്നില്ല, കുറച്ച് ദൂരെ ആയിരിക്കും. ഇങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കാം. അടുത്ത് ഏതാണ് ഹോസ്പിറ്റൽ ഉള്ളത്, അവിടെ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ നടത്തിയത് ഹോസ്പിറ്റലിന് ആന്റിബയോട്ടിക്കുള്ള ട്രീറ്റ്മെന്റ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു നമ്മുടെ നോളജിന് വേണ്ടിയിട്ട് നോക്കി വെക്കാം. ഉണ്ടാകും എന്നല്ല, ഇപ്പൊ ഉണ്ടാകുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പേടിച്ച് നിൽക്കരുത്. ഇനി അത് നിൽക്കൂലല്ലോ, അങ്ങനെ പേടിച്ച് മാറി നിൽക്കൂലല്ലോ, പാമ്പ് കടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ചെന്ന് ഒരു വള്ളിയോ കയറോ എടുത്ത് നല്ല രീതിയിൽ മുറുക്കിക്കെട്ടെ ആ പേഷ്യന്റിനെ എന്താക്കി അൺകോൺഷ്യസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, 2 കവളത്ത് നല്ല രീതിയിൽ അടിച്ചു കൊടുക്കും. അൺകോൺഷ്യസ് ആക്കാതെ തന്നെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കില്ലേ. ഇനി പോയിസണസ് സ്നേക്ക് ആണോ നോൺ പോയിസണസ് സ്നേക്ക് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റില്ലേ. ഈ ഇമേജ് പോലെ തന്നെയായിരിക്കും എന്റെ ബീറ്റ്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. നോക്കാട്ടോ. ഇനി എന്താണ് ഡ്രോണിങ്, മുങ്ങിപ്പോകും ചില കുട്ടികളൊക്കെ. നമ്മൾ മഴയൊക്കെ കാലത്ത് ചില സമയത്ത് മഴയുടെ ഒക്കെ ടൈമിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ്, കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങി അപ്പൊ ഒഴുക്കിപ്പെട്ട് അല്ലെങ്കിൽ മുങ്ങിപ്പോയി, അല്ലെങ്കിൽ കുളത്തിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് മുങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ, വെള്ളത്തിലൊക്കെ പെട്ടുപോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാല് ഫസ്റ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്ന് നിങ്ങളുടെ വിചാരം? അല്ല, നിങ്ങൾക്ക് അറിയുന്നത് സാധാരണഗതിയില് വെള്ളം കുടിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വയറ് അമർത്തി കൊടുത്താലോ അങ്ങനെ വായിക്കൂടി.
അങ്ങനെയല്ലേ നമ്മള് ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളത്, വയറ്റിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ പ്രസ് ചെയ്ത് കളയണമെന്നല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാല് അങ്ങനെയല്ല. കൈയും കാലും ചൂടാക്കി കൊടുക്കില്ലേ? ബോഡി ടെമ്പറേച്ചർ നോർമൽ ആക്കി കൊടുക്കില്ലേ? ബോഡി ടെമ്പറേച്ചർ. ഓക്കെ ബോഡി ടെമ്പറേച്ചർ നോക്കണം. അതിനു മുമ്പ് ഈ വയറ്റിൽ അമർത്തണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലേ, ആ സംഭവം എടുത്ത് കളഞ്ഞു. അത് ശരിക്കും പറഞ്ഞ സിനിമാക്കാരെന്തോ ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ട്രീറ്റ്മെന്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ മുങ്ങിപ്പോയപ്പോ വെള്ളം കുടിച്ചിട്ടുണ്ട്, വയറ്റിലേക്ക് വെള്ളം പോയിട്ടുണ്ട്, വയറ്റിൽ കടന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മള് ആളെ പുറത്തേക്ക് എടുത്തതിന് ശേഷം വയറ്റിലിങ്ങനെ അമർത്തി വെള്ളം പുറത്തേക്ക് കളയാന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോ അത് ലങ്സിലേക്ക് കയറാനും ലങ്സിൽ വെള്ളം കെട്ടാനും ഒരുപാട് ഇൻഫെക്ഷൻ വരാനും പിന്നെ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു കാരണവശാലും മുങ്ങിപ്പോയ ആളെ വയറ്റില് അമർത്തി വെള്ളം എന്ത് ചെയ്യരുത്, പുറത്തെടുക്കാനായിട്ട് നോക്കിയത്. പിന്നെ എന്ത് ചെയ്യണം, ആളുടെ ഫേസ് താഴത്തേക്ക് വെച്ചിട്ട് പുറത്ത് നമ്മള് കുട്ടികളൊക്കെ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോ കൊട്ടിക്കൊടുക്കാറില്ലേ, പുറത്ത് ഇങ്ങനെ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും, അവരിങ്ങനെ പുറത്ത് കട്ടിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കും നമ്മള്. അതേപോലെ ആളെ ബാക്കിലേക്ക് തിരിച്ചെടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, കൈലേക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ അടിച്ചടിച്ച് വെള്ളം കളയാനായിട്ട് നോക്കാം. കോൺഷ്യസ് ആണെങ്കിൽ the downward position of the face should be downward, down the person's face, drawn the person's face should be downward and feet should be up. ഒരാളെ കാല് ഉയർത്തി പിടിച്ചിട്ട് ആളെ എന്ത് ചെയ്യണം, ഇങ്ങനെ കുരിച്ചു നിർത്തിയിട്ട് ബാക്കിൽ അടിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മള് പുറത്തടിച്ച് ആ വെള്ളം കളയാനായിട്ട് നോക്കണം. ഹിസ് വെസ്റ്റ് ഷുഡ് ബി പ്രസ്ഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. അദ്ദേഹത്തിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെള്ളം കളയാനായിട്ട് നോക്കേണ്ടത്. പുറത്ത് ചരിച്ചിരുത്തിയിട്ട് അല്ലെങ്കിൽ കമത്തിരുത്തിയിട്ട് നല്ല രീതിയിൽ അടിച്ച് വെള്ളം കളയാൻ നോക്കണം. അല്ലാതെ മലത്തി കടത്തി വയറ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരിക്കലും കളയരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലങ്സിൽ വെള്ളം കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദ പേഴ്സൺ ഷുഡ് ബി ഡ്രൈഡ് അപ്പ് വിത്ത് വാം ടവൽ. ഒരു വാം ആയിട്ടുള്ള ചൂടുള്ള ടവൽ വെച്ച് അത് കാരണം പെട്ടെന്ന് ഷിവറിംഗ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചു നേരം വെള്ളത്തിലാണെങ്കിൽ ഒരു പുറത്തേക്ക് എടുത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ പെട്ടെന്ന് ഷിവറിംഗ് വരും. അപ്പൊ ഹോട്ട് വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചൂടുവെള്ളത്തിന്റെ കുപ്പി കൊടുക്കാം. അപ്പൊ അതൊന്ന് കുറച്ചു നേരം ഹോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു ഷിവറിംഗ് പോകും. അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൊടുക്കാം. വെറ്റ് ക്ലോത്ത് ഷുഡ് ബി റിമൂവ്ഡ് ആൻഡ് ദേ ഷുഡ് ബി ലൂസ്. വെറ്റ് ആയിട്ടുള്ള ക്ലോത്തുകൾ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം, ലൂസ് ചെയ്യുക നല്ലതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് സാധാരണ പതിവ്, വെള്ളത്തിൽ വീണ് പോയി പേഷ്യന്റ് പുറത്തേക്ക് എടുത്ത് നമ്മളിപ്പോ വെള്ളം ഇങ്ങനെ കളഞ്ഞു എന്ന് വിചാരിച്ച് അവിടെ വെച്ച് ട്രീറ്റ്മെന്റ് തീർന്നോ? ഇല്ല, നേരിട്ട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മെഡിക്കൽ എയ്ഡ് കൊടുക്കണം. കാരണം നമ്മൾ ഈ വെള്ളം ഇറക്കിയ സമയത്ത് കുറച്ച് വെള്ളം ഞാൻ നമ്മുടെ ലങ്സിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ, ലങ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ പെട്ടെന്ന് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ ലങ്സിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശ്വാസം കിട്ടാതെ ആള് മരണം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ അദ്ദേഹം ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഇതൊരു കേസ്. ഇനി വെള്ളത്തില് വീണ ഒരാൾ മുങ്ങിപ്പോയി, അയാളെ പുറത്തെടുത്തപ്പോ ആൾക്ക് എന്തില്ല, ബോധം കോൺഷ്യസ് അല്ല. നമ്മൾ നോക്കാം പൾസ് ഉണ്ടാന്ന് നോക്കാം. പൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പൾസ് ഉണ്ടെങ്കിൽ നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കാം. പൾസ് ഉണ്ടാന്ന് നോക്കണം. പൾസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, കൃത്രിമ ശ്വാസം കൊടുക്കാം. മൂക്ക് പൊത്തിപ്പിടിക്കുക, വായക്കൂടെ ശ്വാസം കൊടുക്കാം, 3-5 പ്രാവശ്യം കൊടുക്കാം. വീണ്ടും പൾസ് ചെക്ക് ചെയ്യാം. പൾസ് ഇല്ലെങ്കിൽ വീണ്ടും ശ്വാസം കൊടുക്കാം. ദെൻ ആ പൾസ് എന്ത് ചെയ്യും, വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളെ എഴുന്നേറ്റ് നിർത്താം. ഞാൻ പറഞ്ഞ പോലെ ചെരിച്ച് നിർത്തി എന്ത് ചെയ്യാം, വെള്ളം തട്ടിക്കളയാ. പിന്നെന്തുവാണ്, വെള്ളം തട്ടിക്കളയാ. അതേപോലെ തന്നെ ഈ പറഞ്ഞ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. അരക്കെട്ട് അല്ലെങ്കിൽ നടു, പുറം ആ ഒരു ഭാഗത്ത് തട്ടിയാൽ മതി. ഓക്കെ. ദെൻ ഇനി നമ്മൾ പേഷ്യന്റിനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് ആ സമയത്ത് ആൾക്ക് എന്തില്ല, പൾസും ഇല്ല. എന്തില്ല, പൾസ് ഇല്ല അല്ലെ? പൾസ് കിട്ടണില്ല. നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മൾ പൾസ് ചെക്ക് ചെയ്യണം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇവിടെ ഉണ്ട്, അതേപോലെ ഇവിടെ ഉണ്ട്, അതേപോലെ കാലും ഉണ്ട്, നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇത് ഇവിടെ നോക്കാം. കറക്റ്റ് ആയിട്ട് ഈ 2 വിരൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൾസ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കി. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കി. എനിക്കിട്ടുണ്ട് ഇല്ലതല്ലേ? ഓക്കെ. അപ്പൊ പൾസ് ചെക്ക് ചെയ്തപ്പോ പൾസും ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അർജന്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് CPR. എന്താണ് CPR? CPRന്റെ ഫുൾ ഫോം ആർക്കെങ്കിലും അറിയോ? ഓക്കെ. CPR നമ്മൾ കേട്ടിട്ടുണ്ട്, കാർഡിയോ പൾമണറി റെസിസ്ട്രേഷൻ ആണ്. നമ്മള്
പെട്ടെന്ന് ഹൃദയം സ്തംഭിച്ചു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ബോധക്ഷയം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ നടക്കുന്ന ഒരു അടിയന്തര നടപടിക്രമമാണ് CPR. ആൾ അൺകോൺഷ്യസ് ആണെന്ന് തോന്നി, അപ്പൊ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? CPR കൊടുക്കേണ്ടി വരും. ഇങ്ങനെ വരുമ്പോ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് വരുന്ന സമയത്ത്, അതേപോലെ തന്നെ ഷോക്ക് അടിച്ച് വീഴുമ്പോ, ഷോക്ക് ഒക്കെ വന്ന് ആള് ശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ, തലകറക്കം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? CPR കൊടുക്കാറുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് CPR എങ്ങനെ കൊടുക്കണ്ടേ എന്നുള്ളതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കിങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ആപ്റ്റ് ആയിരിക്കണം. ഹൃദയസ്തംഭനം മൂലം നമ്മുടെ വിവിധ അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം നിലയ്ക്കുന്നു. അപ്പൊ നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യാണ്ടാവുമ്പോൾ ബാക്കി നമ്മുടെ ബോഡിയിലേക്ക് പല പാർട്ടിലേക്കൊക്കെ ഉള്ള ബ്ലഡിന്റെ സർക്കുലേഷൻ സ്റ്റോപ്പ് ആവും. ഇങ്ങനെ സംഭവിച്ചാൽ 5-8 മിനിറ്റിനുള്ളിൽ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം നിലയ്ക്കും. നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തഓട്ടം എന്തെങ്കിലും സ്റ്റോപ്പ് ആവും. ഈ അവസ്ഥയിൽ മസ്തിഷ്ക മരണം എന്ന് വിളിക്കുന്നു. ബ്രെയിൻ ഡെത്ത് എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ ബ്രെയിനിലേക്ക് എന്തെത്തിയില്ല, ബ്ലഡ് എത്താണ്ട് മരണം സംഭവിക്കുന്നത്. അങ്ങനെയാണ് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത്. അങ്ങനെ ബ്രെയിൻ ഡെത്ത് തടയുവാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് എന്ത്? CPR എന്ന് പറയുന്നത്. നിലച്ചുപോയ ഹൃദയം പുനരാരംഭിക്കുവാൻ CPR സാധിക്കും. നമ്മൾ സ്റ്റോപ്പ് ആയി പോയിട്ടുള്ള ഹൃദയം എന്ത് ചെയ്യുന്നത്? വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നിരുന്നാൽ പോലും തലച്ചോറിലേക്കുള്ള തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കുള്ള ഓക്സിജൻ അടങ്ങിയ രക്തത്തിന്റെ ഭാഗികമായ ഒഴുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുനഃസ്ഥാപിക്കാനായിട്ട് CPR കൊടുത്താൽ പറ്റും. അപ്പൊ CPR എങ്ങനെ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ കേട്ടോ, നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കി എല്ലാവരും CPR എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നടുക്കായിട്ട് ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. നമ്മള് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നടുക്കായിട്ട് ഒരു പോർഷൻ ഉണ്ട്, കുറച്ചുള്ളിലേക്ക് താഴുന്ന ടൈപ്പ് ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു ഫുൾ ഫോം ഒന്ന് എഴുതിയെടുത്തോ? CPR ഫുൾ ഫോം എഴുതിയിട്ടില്ലാന്ന് തോന്നുന്നു. നോക്കിയാ സ്പെല്ലിംഗ് തെറ്റാതെ കാർഡിയോ പൾമണറി റെസിസ്ട്രേഷൻ വേഗം എഴുതിയെടുത്തേ. എല്ലാവരും എഴുതിയെടുത്തേ. ബാക്കി എഴുതാത്തവരൊന്നും എഴുതിയെടുത്തോ. അവിടെ സ്പെല്ലിംഗ് നോക്ക്. ശാന്തി എഴുതിയാടാ? അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ എന്താ പറയാ, നിപ്പിളിന്റെ ആ ഒരു നേരത്തേക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ, 2 നിപ്പിൾ കൂടി കൂട്ടി നേരത്തേക്ക് വരയ്ക്കുമ്പോൾ ഒരു നടുക്കായിട്ടൊരു പോർഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? CPR കൊടുക്കേണ്ടത്. അതെന്ന് വെച്ചാൽ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. ഹൃദയവുമായി ബന്ധപ്പെടുത്തുവാൻ നെഞ്ചിന്റെ ഭാഗത്ത് ആണ് CPR കൊടുക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ മൂക്കിന്റെ താഴത്തേക്ക് നേർരേഖയും നമ്മളുടെ മൂക്കിനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നേർരേഖ വരയ്ക്കുകയാണ്. നിപ്പിളിന്റെ ഭാഗത്ത് നിന്നും ഒരു വര വരയ്ക്കുമ്പോ ക്രോസ് വരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കേണ്ടത്? CPR കൊടുക്കുന്നത്. ആദ്യത്തെ കൈ ഇപ്പൊ ഈ ഇമേജിൽ കാണുന്ന പോലെ ആദ്യത്തെ കൈ മുകളിലും മറ്റു കൈ താഴെയും വെച്ചിട്ട് വിരലുകൾ ഇങ്ങനെ പരസ്പരം എന്ത് ചെയ്യാം? കൂട്ടി യോജിപ്പിക്കുക. നിങ്ങൾ എല്ലാവരും അതേപോലെ തന്നെ ചെയ്തേ. വിരലുകൾ കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രഷർ കൊടുക്കേണ്ടത്. 5 മുതൽ 8 സെന്റിമീറ്റർ താഴ്ചയിൽ വേണം അമർത്താൻ. നമ്മൾ 5 മുതൽ അവിടെ നമ്മുടെ ബോഡിയിൽ അവിടെ എന്ത് ചെയ്യും? CPR കൊടുക്കുന്നത് താഴ്ത്താനായിട്ട് നമുക്ക് പറ്റും. നല്ല രീതിയിൽ എന്ത് ചെയ്യാം? പ്രസ് ചെയ്ത് അത് നല്ല രീതിയിൽ താഴ്ത്താൻ പറ്റും. ഞാൻ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞപ്പോ CPR കൊടുക്കുന്നത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ തലോണയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ തലോണ എടുത്ത് വെച്ചിട്ട് CPR കൊടുക്കാണ്. കറക്റ്റ് ആയിട്ട് ഞാൻ നടുക്ക് വരച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ CPR കൊടുക്കേണ്ടതായിട്ട് വരാണെങ്കിൽ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റണം. അതുകൊണ്ട് ഞാനത് പ്രാക്ടീസ് ചെയ്ത് നോക്കി. നിങ്ങളും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. അപ്പൊ എത്ര സെന്റിമീറ്റർ? 5 to എത്രയും പറഞ്ഞത് നമ്മള് 7 സെന്റിമീറ്റർ താഴ്ചയിലേക്ക് അമർത്തണം. ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറുകൾ CPR ചെയ്യുന്ന ശരീരത്തിന്റെ 90 ഡിഗ്രി നേരെ ആയിരിക്കണം. നമ്മൾ കയറി ഇരുന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? പ്രസ് ചെയ്യണം. 90 ഡിഗ്രി. ഇത് ഇങ്ങനെ ഈ ഒരു ഭാഗം നമുക്ക് വളയില്ലേ, അങ്ങനെ വളയാൻ പാടില്ല.
കറക്റ്റ് ആയിട്ട് വേണം, 90 ഡിഗ്രി ആംഗിളിൽ വേണം. ആണോ അനീതി കൊടുത്തത്? എന്ത് പറ്റിയിട്ടാണ് അത് കൊടുത്തേ? ഓക്കെ മോനെ ആരാണ് മോനെ എന്തിനാ അനീതിക്ക് CPR കൊടുത്തേ? എന്തെങ്കിലും ബോധം കെട്ട് പോയിട്ടാണോ? എന്ത് പറ്റിയിട്ടാ? അല്ല മിസ്സേ, അനിയത്തി ഫിക്സ് വരുന്ന ആളാണ്. ഒരിക്കൽ അവള് പാത്രം കഴുകിന്റെ ഇടയില് പിന്നെ അവൾക്ക് ഫിക്സ് ഉണ്ടായി. അങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന തുണി സിങ്കിൽ പോയി അടഞ്ഞു, അതിൽ വെള്ളം നിറഞ്ഞു. അവൾക്ക് ഫിക്സ് വന്ന് അവളതിൽ വീണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കണത്. അവളങ്ങനെ പതുക്കെ പതുക്കെ ആള് ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോയി നോക്കിയപ്പോ ആളാകെ നീല കളറായി, ശ്വാസമൊന്നും ഇല്ലാതെ വെള്ളത്തിൽ തല ഇതായിട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ ശ്വാസമൊന്നും ഇല്ലാത്തൊരവസ്ഥ. രാത്രിയാ, വീട്ടിൽ ഞാനും മാത്രമേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് അതിനെടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആകെ കരച്ചിലായി. പെട്ടെന്ന് വണ്ടിക്കൊക്കെ വിളിച്ചു. പക്ഷെ കുറെ സമയം ഇതാ തോന്നിയത്. അങ്ങനെ കുറച്ചു നേരം അങ്ങനെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ ആള് ലെവലായി വന്ന് പിന്നെ അങ്ങനെ ശരിയായി. ഓക്കേടാ, അതാ കറക്റ്റ് ടൈമിൽ നമ്മൾ കൊടുത്തോണ്ട് കൊടുക്കണം. CPR എന്ന് പറയുന്നത് ആളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായിട്ട് പറ്റും. കൃത്യസമയത്ത് വേണം നമ്മൾ കൊടുക്കേണ്ടത്. CPR കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കൃത്രിമ ശ്വാസം കൂടി കൊടുക്കണം. മൂക്ക് പൊത്തി പിടിച്ചിട്ട് വായിൽ കൂടി എന്ത് കൊടുക്കണം? ഓക്സിജൻ കൂടി കൊടുത്തു കഴിയുമ്പോൾ ഒരു 3-4 പ്രാവശ്യം കൊടുക്കുമ്പോൾ ആളെന്താവും? കോൺഷ്യസ് ആവും. ആൾക്ക് സ്വയം ശ്വസിക്കാനായിട്ട് പറ്റും. ആ ഒരു സ്റ്റേജിലേക്ക് അവർ എത്താനായിട്ട് പറ്റും. ഇനി നമ്മള് അല്ലാതെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? കുട്ടി ബക്കറ്റിൽ വീണ് മരണപ്പെട്ടു, 1.5 വയസ്സുള്ള കുട്ടി ബക്കറ്റിൽ വീണ് മരണപ്പെട്ടു എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടോ ന്യൂസ്? കുട്ടികൾ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ബക്കറ്റിൽ വീണു നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ന്യൂസ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിക്കും അവിടെ ആ അമ്മമാർക്ക്, ഈ പറഞ്ഞ അമ്മമാർക്ക് CPR കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർക്കത് കുറച്ചും കൂടി ആ കുട്ടീനെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമായിരിക്കും എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട CPR കുട്ടികൾക്ക് എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനത് കേട്ടു, പത്രത്തിൽ വായിക്കാറുണ്ട്. നോക്കാം. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഇതില് വലിയ ആൾക്കാർക്ക് നമ്മൾ 30 പ്രാവശ്യം എന്ത് ചെയ്യണം? ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നമ്മൾ കൃത്രിമശ്വാസം കൊടുക്കണം. ദെൻ വീണ്ടും 30 പ്രാവശ്യം പ്രസ് ചെയ്യാം, കൃത്രിമശ്വാസം കൊടുക്കാം. അങ്ങനെയാണ് അവരെ ചെയ്യുന്നത്, കോൺഷ്യസിലേക്ക് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ സാധാരണ കുഞ്ഞു കുട്ടികളാണെന്ന് വിചാരിക്കും. ചെറിയ കുട്ടികൾ നമ്മൾ പറഞ്ഞ പോലെ ബക്കറ്റിലൊക്കെ വീണ് അൺകോൺഷ്യസ് ഒക്കെ ആവുകയാണെങ്കിൽ നമ്മൾ ഈ 2 വിരലില്ലേ, ഈ 2 വിരലിൽ വെച്ചിട്ടാണ് CPR കൊടുക്കേണ്ടത്. കുഞ്ഞു കുട്ടികളല്ലേ, അപ്പൊ ഈ 2 വിരലിൽ നല്ല രീതിയിൽ വില കൊടുത്തിട്ട് അവരുടെ കറക്റ്റ് ആ പൊസിഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? 3 to 3 സെന്റിമീറ്ററുടെ താഴ്ചയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? പ്രസ് ചെയ്യാം. നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യാം? കൃത്രിമശ്വാസം കൊടുക്കുക, വീണ്ടും പ്രസ് ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഒരു 5-10 തവണ എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക, കൃത്രിമശ്വാസം കൊടുക്കുക, വീണ്ടും പ്രസ് ചെയ്യുക, കൃത്രിമശ്വാസം കൊടുക്കുക. അപ്പൊ കുട്ടികൾ കോൺഷ്യസ് ആവും. അപ്പൊ എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കണം, കുട്ടികൾ ബക്കറ്റിൽ വീണ് കഴിഞ്ഞാൽ ഒരിക്കലും വയറ്റിൽ നീക്കി പിടിക്കുകയല്ല വേണ്ടത്. അവർക്ക് എന്ത് ചെയ്യാം? പൾസ് ഉണ്ടാകുന്നോ അല്ലെങ്കിൽ ശ്വസിക്കുന്നുണ്ടാകുന്ന നോക്കാം. ശ്വസിക്കുന്നില്ലെങ്കിൽ കൃത്രിമശ്വാസം മാത്രം കൊടുക്കുക. പൾസ് ഓക്കെ ആണെങ്കിൽ കൃത്രിമശ്വാസം കൊടുക്കാം. ഈ പൾസും ഇല്ല, ബ്രീത്തിങ് ചെയ്യണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ CPR കൊടുക്കുക. CPR കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിക്രം മൂവിയില് ഓക്കെ, വിക്രം എനിക്ക് ഓർമ്മയില്ല സിനിമ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് CPR കൊടുക്കുന്നത് നിങ്ങൾ നോക്കാം. ഇപ്പൊ എങ്ങനെയാണ് CPR കൊടുക്കണേന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുട്ടികൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കണേന്ന് വീഡിയോ എടുത്ത് കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ കറക്റ്റ് എങ്ങനെയാണ് ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ എന്താണ് സന്നദ്ധരായിരിക്കണം. നമുക്ക് പേടിച്ച് മാറി നിൽക്കുകയല്ല വേണ്ടത്. ആ ഒരു സമയം, ആ ഗോൾഡൻ അവേഴ്സ്, ഫസ്റ്റ് അവേഴ്സുകളാണ് ഗോൾഡൻ അവേഴ്സ്. ആ പേഷ്യന്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ വേണ്ടേ എന്ന് അറിയേണ്ടത് നമ്മുടെ കയ്യിലാണ്. വേണം തീരുമാനിക്കാൻ നമുക്കാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്.
ഇനിയിപ്പോ ഒരാള് ഒഴുക്കിപ്പെട്ടു വിചാരിക്കും, മുങ്ങിപ്പോയി വിചാരിക്കും, ഓടിപ്പോയി ചാടാൻ നിൽക്കരുത്. ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചാടാൻ നിൽക്കരുത്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ്സ് എവിടെ സംഭവിക്കുന്നത്? ഈ വെള്ളത്തിൽ പോകുമ്പോൾ സംഭവിക്കുന്നത്. നമ്മള് ചിന്തിക്കുക, ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം അവിടെ അടുത്ത് വല്ല കയറുകൾ കിടക്കുന്നുണ്ട്, കയറുണ്ടെങ്കിലും ഒരു മരത്തുമ്മ കെട്ടിയിട്ട് നീന്തൽ അറിയുന്ന ആളാണെങ്കിൽ ഇറങ്ങാം, വെള്ളത്തിലേക്ക് ഇറങ്ങാം. കയറ് മരത്തിൽ നല്ല രീതിയിൽ മുറുക്കിക്കെട്ടാം, ആൾക്കാരെ വിളിച്ച് പറയാം എന്നൊരാൾ മുങ്ങി പോയിട്ടുണ്ട്, ഞാൻ അയാളെ രക്ഷപ്പെടുത്താൻ പോവാണ്, ഈ കയറ് കെട്ടിയാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്, എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഫയർഫോഴ്സിനെ ഉടനടി വിളിച്ചോളാൻ പറഞ്ഞേക്കും, ഫയർഫോഴ്സിനെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് വേണം ആളെ ഇറങ്ങി രക്ഷപ്പെടുത്താൻ. നീന്തൽ അറിഞ്ഞുകൂടെങ്കിൽ ആ നീന്തൽ അറിയുന്ന ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വെള്ളത്തിലേക്ക് ഇറങ്ങാനും ആളെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പുറത്തേക്ക് എടുക്കാനും പാടുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങള്? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളാം. പൾസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പൾസ് ഉണ്ടെങ്കിലാണോ നമ്മൾ ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് കൊടുക്കണ്ടേ? പൾസ് ഉണ്ട്, ശ്വസിക്കുന്നില്ല, ശ്വാസം ഇല്ല എന്ന് വിചാരിക്കും, നമ്മൾ മൂക്കി തൊട്ട് നോക്കിയപ്പോ ശ്വസിക്കുന്നില്ല, പൾസ് നോക്കിയപ്പോ പൾസ് ഓക്കെയാണ്, അപ്പൊ നമ്മൾ എന്തെങ്കിലും കൃത്രിമ ശ്വാസം കൊടുത്താൽ മതി. പൾസ് ഇല്ലെങ്കില് പൾസ് നോക്കിയിട്ട് കിട്ടുന്നില്ല, പിന്നെ ശ്വാസം നോക്കേണ്ട കാര്യം, ശ്വാസവും കിട്ടുന്നില്ല പൾസും കിട്ടുന്നില്ലെങ്കിൽ CPR കമ്പൽസറി ആയിട്ട് കൊടുക്കണം. ഓക്കെ ഓക്കെ. ഈ വിരല് വെച്ചിട്ട് കുട്ടികൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ എത്ര വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് അങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് അറിയാം? 4-3 വയസ്സ് ആ ഒരു ഏജുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നതാണ്. ചെറിയ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് CPR കൊടുക്കുന്നത്. 2 വിരൽ വെച്ചിട്ടാണ് നമ്മൾ CPR കൊടുക്കുന്നത് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നത്. 3 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് അങ്ങനെ തന്നെ, 2-3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാം. കുറച്ചും വലിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് കൈയിന്റെ ചെറിയ ഒരു കൈ വെച്ചിട്ടൊക്കെ കൊടുക്കാം. മാം, എന്റെ ഫ്രണ്ടിന്റെ ഒരു കുട്ടി ബക്കറ്റിൽ വീണിട്ട് 1.5 വയസ്സാകുമ്പോ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മള് കൂടുതൽ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ന്യൂസുകൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അറിവിൽ അങ്ങനെ സംഭവിക്കുകയാണ്. സംഭവിക്കാതിരിക്കട്ടെ. സപ്പോസ് അങ്ങനെ ഇപ്പൊ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാര് അങ്ങനെ അടുത്ത് സംഭവിക്കുകയാണെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുക, വേഗം വന്ന് വയറ്റിൽ വെള്ളം കളയാനൊക്കെ നോക്കാം. അപ്പൊ അത് ലങ്സിലേക്ക് കയറാം. നിങ്ങൾ ചിന്തിച്ചാൽ മതി, വയറ്റിൽ കിടക്കാണ് വെള്ളം, അതിനൊരു പ്രശ്നമില്ല, വായിക്കൂടി പോയ വെള്ളമാണ് വയറ്റിൽ കിടക്കുന്നത്, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അത് ലങ്സിലേക്ക് കയറിയാലാണ് ഇൻഫെക്ഷൻ ആകുന്നത്. അത് നമ്മൾ നോക്കണ്ട, വയറ്റിൽ നീക്കി കളയാനൊന്നും നോക്കണ്ട. ഹാർട്ട് ബീറ്റ് ഉണ്ടോ, CPR ശ്വസിക്കുന്നുണ്ടോ, സാധാരണ കുട്ടി റെസ്പിറേറ്റ് ചെയ്യുന്നുണ്ടോ, ശ്വസിക്കുന്നുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ CPR കൊടുക്കാൻ നോക്കാം. വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. കഴിഞ്ഞ് കുറച്ച് കോൺഷ്യസ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് എത്തിക്കും. കാരണം ലങ്സിൽ വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ കിട്ടിയാൽ മതി, നമുക്ക് വീണ്ടും ഇതേപോലെ സ്റ്റോക്കിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്, ശ്വാസം മുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാണ് ബേൺസും സ്കിൽഡും. നമ്മള് അടുക്കളയിലൊക്കെ കൂടുതലായിട്ട് പാചകമൊക്കെ ചെയ്യുന്ന അമ്മമാരാണെന്ന് അറിയാം. അപ്പൊ ചില അമ്മമാരുടെ കയ്യിൽ നിന്ന് ഇവിടം മുതൽ ഇവിടം വരെ പൊള്ളലായിരിക്കും. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറിന്റെ കൈക്ക് അങ്ങനെയാ, ഭയങ്കരമായിട്ട് പൊള്ളും. എപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പൊള്ളൽ, അല്ലെ? അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും എനിക്ക് പൊള്ളാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം ചട്ടി ചൂടാണെന്നൊക്കെ, പക്ഷെ ഞാൻ എന്നാലും ചപ്പാത്തിയൊക്കെ കൈ കൊണ്ടൊക്കെ മറിച്ചിടാനൊക്കെ നോക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കും കൈ കൊള്ളാറുണ്ട്. അതുകൊണ്ട് അടുക്കളയിൽ തന്നെ ഫ്രിഡ്ജിന്റെ മുകളിലായിട്ട് ഞാൻ ആന്റിസെപ്റ്റിക് ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത്. പൊള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റാൻ വേണ്ടിയിട്ട് ആന്റിസെപ്റ്റിക് ക്രീം വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് എടുത്ത് പറ്റും, അപ്പൊ പൊള്ളൽ മാറുമല്ലോ. അപ്പൊ വേറെ എന്തൊക്കെ ക്രീം യൂസ് ചെയ്താൽ പൊള്ളൽ കുറയാൻ പറ്റും? ആന്റിസെപ്റ്റിക് ക്രീം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അലവേറയുടെ ജെല്ല് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ കുറെ കുട്ടികള് കുറെ ഇങ്ങനെ എന്താ പറയാ, ഉപ്പുവെള്ളം നമുക്ക് ചെറിയ കട്ടിക്ക് നന്നായിട്ട് ഉപ്പെടുത്തിട്ട് കലക്കിയിട്ട് കയ്യിൽ നമ്മുടെ പൊള്ളല് പറ്റി സ്ഥലത്ത് തേക്കുകയാണ്. നല്ല തണുത്ത വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കണം പൊള്ളല് പറ്റിയ ഭാഗത്ത്. ഉപ്പുവെള്ളം യൂസ് ചെയ്താലും നല്ലതാണ്. ഉപ്പുവെള്ളം കുറെ നേരം നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളം ഒഴിക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്റെ മകളുടെ കൈ ഇങ്ങനെ ഉരുട്ടി പൊട്ടിയിട്ട് കൊച്ചു, ഞാൻ കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചതാ. അപ്പൊ അടുത്ത ആൾക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാനുള്ള ഒരു ചൂടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ കൊച്ചു കൈ വിട്ട് പൊട്ടിയതായിരുന്നു. കൊച്ചിന്റെ വലത്തെ കൈയുടെ അത്രയും അങ്ങ് പുള്ളി, കുഞ്ഞിതായിരുന്നു അവളെ അപ്പോഴും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അപ്പൊ എനിക്ക് അത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാളല്ല അപ്പൊ ആ സമയത്തിനെ കുറിച്ച് ഒന്നും അറിയാനും പറ്റും. ആദ്യത്തെ കുട്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഞാൻ വേഗം വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ കുത്തി പിന്നെ കുറെ താത്ത വെള്ളം, പക്ഷെ ഇത് മാറ്റിപ്പോഴേക്ക് പിന്നെയും കൊച്ചിന്
ഭയങ്കര ഇതാവുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയ ഫാൻ തെറ്റ് ചെയ്ത് കൊടുത്തു. ആശുപത്രി പിന്നെ സന്ധ്യയായപ്പോഴാണ് സംഭവിച്ചത്. 8 മണിയൊക്കെ തയ്ക്കാൻ ഇപ്പോഴത്തെ എണ്ണ ഏതാണ്ടൊക്കെ അവർ തേച്ച് പിന്നെ അത് വേഗം ഒന്ന് കുറഞ്ഞു. വെള്ളത്തിൽ മുക്കി വെച്ചോണ്ട് പിന്നെ എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊച്ചു പറയാൻ. അത് നല്ലതാണ്. ക്ലീനായിട്ടുള്ള നല്ല വെള്ളത്തിൽ കൈ വയ്ക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് പൊള്ളലിന് ഒരു ആശ്വാസം കിട്ടും. പിന്നെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ആദ്യത്തെ അറിവാണ്. തക്കാളി ഹണി തേച്ചാൽ നല്ലതാന്ന് പറയുന്നത്. ഹണി കേട്ടിട്ടുണ്ട്. അലവേറ ചില പേസ്റ്റ് തേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് എന്റെ നെന്നത്തിന്റെ സൈഡിൽ ഇങ്ങനെ തൊലി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഫസ്റ്റ് എടുത്ത് തേച്ചത് പേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോയി അവരതൊന്ന് ക്ലീൻ ചെയ്ത് ഒരു 2 ആഴ്ചയോളം അത് അവര് 2 പ്രാവശ്യം പോയി ക്ലീൻ ചെയ്ത് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഞാൻ എടുത്ത് തേച്ചത് പേസ്റ്റാ. അതുപോലെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്റെ മോന് നല്ല പതക്കത്ത് ഞാൻ നല്ല ചൂട് വെള്ളമാണ് പിന്നെ ഹസ്ബൻഡിന് കുടിക്കാൻ കൊടുക്കുക. ഈ കുടിക്കാൻ അപ്പൊ മോൻ എടുത്തിട്ട് അത് തട്ടിമറിച്ചിട്ട് അവന്റെ ഈ കഴുത്തിന്റെ സൈഡിലും ഇതൊക്കെ ഇതായിരുന്നു. അന്നേരം ഞാൻ എനിക്കും ഇതേ സംഭവം ഉണ്ടായിട്ടേ. കൊച്ചിങ്ങനെ ചായ മറിച്ചിട്ട് ഇതേ സംഭവം മുഖത്ത് വീണിട്ടുണ്ട്. സിൽവർ ഓയിൻമെന്റ് മാം. സിൽവർ എക്സ്. അത് ഓയിൻമെന്റ് അല്ലേ? അതെ, ഓയിൻമെന്റ് ആണ്. അത് ബെസ്റ്റ് ആണ്. അതെങ്ങനെയുണ്ട്? വാസ്ലൈന് വാസ്ലിൻ തേക്കാവോ? ഓയിൽ കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് പൊള്ളലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത് ഇപ്പൊ ആനസെപ്റ്റിക് ക്രീം ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഫ്രിഡ്ജിന്റെ മുകളിലാണ്. ഒലിവ് ഓയിൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഓക്കെ. അപ്പൊ അത് ഞാൻ ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. എപ്പോഴും അടുക്കളയിൽ എന്ത് ഞാൻ ചെയ്യുമ്പോൾ പൊള്ളലൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ പൊള്ളലേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പോയി പരത്താൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ബാലൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്വയം ചികിത്സിക്കാനൊക്കെ പറ്റും. ഇനി കുറച്ച് സീരിയസ് ആണെന്ന് വിചാരിക്കും. നമ്മളിപ്പം നമ്മുടെ മേത്തേക്ക് കുറച്ച് ബോയിൽഡ് ആയിട്ടുള്ള വെള്ളമോ അതേപോലെ മിൽക്കോ തിളപ്പി നമ്മൾ അടുക്കളയിൽ വെച്ചപ്പോൾ അതെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സീരിയസ് ആണ്. ബേൺസ് നിസ്സാരാണെങ്കിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ ഇത്തിരി സീരിയസ് ആണ്. അതിനെയാണ് നമ്മൾ സ്കേലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മള് എന്ത് ചെയ്യാ, ഇപ്പൊ ആന്റിസെപ്റ്റിക് ക്രീമോ അല്ലെങ്കിൽ വെള്ളത്തില് മേല് ഒന്ന് കഴുകി കൈ കഴുകി എന്താ ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയാൽ എന്ത് ചെയ്യാ, ട്രീറ്റ്മെന്റ് എടുക്കുകയായിരിക്കും നല്ലത്. കാരണം പക്ഷെ മാം വെള്ളത്തിൽ കഴുകുമ്പോണ്ടല്ലോ, ഞാൻ എന്റേതെന്ന് വെച്ചാല് വെള്ളത്തിൽ കഴുകിയ സമയത്താണ് എന്റെ തൊലി അടർന്നു പോയിട്ടുണ്ടായിരുന്നത്. പൊള്ളിയ സമയത്ത് തന്നെ നമ്മള് വെള്ളം ഒരിക്കലും ഇങ്ങനെ തടവിയിട്ട് കഴുകാൻ പാടില്ല. എന്റെ മെന്നത്തന്നെയാണ്. അപ്പൊ ഞാന് ഈ വെള്ളത്തോട് നല്ല കഴുകുമ്പോ ജസ്റ്റ് ഒന്ന് അരച്ചു പോയി. അപ്പൊ എന്റെ തൊലി മൊത്തം പോയി, സ്കിന്ന് മൊത്തം ഇങ്ങനെ പോയി. ജസ്റ്റ് ഒന്ന് കാണിക്കാനും പാടില്ല. ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൈ ആണെങ്കിൽ ഇപ്പൊ വെള്ളത്തിൽ നിന്ന് മുക്കി വെക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമായിരിക്കണം കേട്ടോ. മലിനമായിട്ടുള്ള പക്ഷെ മാം നമ്മള് ഇപ്പൊ തണുത്ത വെള്ളത്തിൽ വെക്കുകയാണെങ്കിലും നമ്മുടെ ആ ഒരു പൊള്ളുമ്പോ ഉണ്ടാവുന്ന ആ ചുട്ടുകത്തിൽ മാറുന്ന വരെ വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സെയിം കുട്ടി പറഞ്ഞ പോലെ തന്നെ എൻ്റെ കാലം ചെറുപ്പത്തിൽ പൊള്ളിയപ്പോൾ ആൻറ്റി പെട്ടെന്ന് പേടിച്ചിട്ട് അടുപ്പിൽ ഞാൻ തട്ടി വീണതാ. മാമൻ്റെ വീട്ടിൽ അങ്ങനെ പുറത്തൊരു അടുപ്പുണ്ടായിരുന്നു, അങ്ങനെ തട്ടി വീണു. പക്ഷെ കാലിൻ്റെ ഒരു ഫീറ്റ് കംപ്ലീറ്റ് പൊള്ളി. പക്ഷെ പേടിച്ചിട്ട് പുള്ളി കൊണ്ടുപോയിട്ട് ബക്കറ്റിൽ ഇറക്കി വെച്ചു. അതിന്ന് എടുത്തപ്പോഴേക്കും കംപ്ലീറ്റ് തൊലി അടർന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു 3 മാസം ഞാൻ റെസ്റ്റിലായിരുന്നു. വെക്കേഷൻ ടൈമിലാണ് പറ്റിയത്. പക്ഷെ എന്നാൽ കൂടി എക്സ്ട്രാ 1 മാസം കൂടി ഇരിക്കേണ്ടി വന്നു. നമുക്ക് നടക്കുമ്പോൾ പോലും ബ്ലഡ് വരുന്നൊരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുത്ത വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു പെയിൻ മാറുന്ന വരെ വെക്കണം, ഇല്ലെങ്കിൽ അത് തൊലി പോരും. ഈ വെള്ളത്തിൽ വെക്കുമ്പോഴേ ഈ നമ്മളുടെ ആ പൊള്ളലിന്റെ ചൂട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പറയുന്നത്. അതാണ് നമ്മളുടെ തൊലിക്കൊക്കെ അത് കേടുപാട് വരുത്തുന്നത്. പരമാവധി നമ്മൾ നനയ്ക്കരുതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അങ്ങനെയാണ് എന്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. എന്റെ വയറ് ഞാൻ ഒരു ദിവസം ബ്രെഡ് പൊരിച്ചപ്പോ ഇങ്ങനെ എണ്ണ മറിഞ്ഞിട്ട് എന്റെ വയറ് ഫുള്ളായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ വേഗം പോയിട്ട് നല്ല നീറ്റിലും പുകച്ചിലായതുകൊണ്ട് വേഗം പോയിട്ട് വെള്ളം ഒഴിച്ച് കഴിയപ്പോൾ ഒരു ആശ്വാസം കിട്ടി. പക്ഷെ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു വൈദ്യനുണ്ട്,
പൊള്ളലിന്റെ മാത്രം ചികിത്സയുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ പെരുമ്പാവൂരടുത്ത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു എണ്ണ തന്നു. അത് നമ്മൾ കൈകൊണ്ട് പോലും നമ്മൾ അവിടെ തേക്കരുതെങ്കിൽ അത് തൂവലോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് കട്ടിയില്ലാത്ത കൂട്ടുള്ള തുണി എടുത്തിട്ടാണ് അവിടെ തേക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു എണ്ണ തന്നു കേട്ടോ. ആ വെള്ളം പറ്റിയത് കൊണ്ട് അന്നത്തെ ഒരു ദിവസം അവിടെ എണ്ണ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. വെള്ളം ഒട്ടും നമ്മൾ യൂസ് ചെയ്യരുതെന്ന്, പൊള്ളിയ സ്ഥലത്ത് വെള്ളം യൂസ് ചെയ്യരുതെന്നാ പറഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഒന്ന് വൈദ്യം പറഞ്ഞത്. മാം ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മാം. ഞങ്ങൾ ഹോട്ടലായിരുന്നു, പൂരി ഉണ്ടാക്കുമായിരുന്നു. ഭയങ്കര തിളച്ച എണ്ണയായിരുന്നു. ഒരു കപ്പ് എണ്ണ അത് ഫുള്ളും എൻ്റെ കൈയോട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമിഴ്നാടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ റിലേഷൻ ഒരാൾ തീയെണ്ണ പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കണവരായിരുന്നു. ആ എണ്ണ വാങ്ങിയിട്ട് വന്ന് മയിൽപ്പീലിയില്ലേ അതിലാണ് അങ്ങനെ മെല്ലെ മെല്ലെ വെള്ളത്തിലൊന്നും നനച്ചില്ല, ആശുപത്രിക്കൊന്നും പോയില്ല. പക്ഷെ ഇപ്പോഴും അതിൻ്റെ അടയാളം എൻ്റെ കയ്യിലുണ്ട്. ലൈറ്റായിട്ട് നമ്മൾ ചൂട് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തട്ടുമ്പോൾ ഭയങ്കര ഒരു ആ ഫീൽ ഇപ്പോഴും ആ ഒരു വേദന ഉണ്ടാവും ആ ഒരു ഇതിൽ. എനിക്ക് എന്ന് പറയുന്നത് സത്യത്തിൽ അത് ഭയങ്കര ഒരു നല്ലൊരു ഇതാട്ടോ. കാരണം ഞാനൊക്കെ ആണെങ്കിൽ എപ്പോ പുള്ളിയിലും തണുത്ത വെള്ളം ഒഴിക്കുന്നത്. ഭയങ്കര സുഖമല്ലേ അപ്പൊ, ആ ഒരു വേദന അറിയത്തില്ല. വേദനയല്ലല്ലോ, പുകച്ചിലല്ലേ. ചെറിയ പൊള്ളലൊക്കെ ആണെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. ഞാനീ പറയുന്ന ഇപ്പൊ ചൂടുവെള്ളം മൊത്തമായിട്ട് മേത്തേക്ക് വീണത് അതാണ് തോന്നുന്നത് ഉദ്ദേശിക്കുന്നത്. തിളച്ച എണ്ണ വീഴുമ്പോ അത് ബേണല്ല, ഇതാണ് സ്കെയിൽ എന്ന് പറയുന്നത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ട്രീറ്റ്മെന്റ് ഒത്തിരി വ്യത്യാസമുണ്ട്. ഒന്ന് നമുക്ക് തന്നെ സ്വയം ചികിത്സിക്കാൻ പറ്റും, മറ്റൊന്നും നമുക്ക് പറ്റില്ല. ഇത് ഞാൻ പറയുന്ന ബേൺ ആവുമ്പോഴത്തെ കാര്യങ്ങളാണ് എനിക്ക് പറയുന്നത് കേട്ടോ. ബേൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണ്ടെന്ന് നോക്കാം. ബേൺസ് ആൻഡ് സ്കെയിൽ. എ പേഴ്സൺ മേ ഗെറ്റ് ബേൺസ് ബൈ ഫയർ, പീസ് ഓഫ് മെറ്റൽ ബൈ കറന്റ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്നും ബേൺ ആവാം. കറന്റ് വേണമെങ്കിൽ വരാം. എന്താണ് ഫയറോ ഒരു പീസ് ഓഫ് മെറ്റലോ, നമ്മളിപ്പോ എന്താ പറയാ സൈലൻസർ ഉണ്ടല്ലോ, വണ്ടിയുടെ സൈലൻസറിന്റെ അടുത്ത് കാല് കൊണ്ടിട്ട് എന്റെ കാല് പൊള്ളിയിട്ടുണ്ട് ഇതേപോലെ. അതേപോലെ നല്ല സുഖാണ്. എനിക്ക് പൊള്ളിയൊരു അനുഭവം പറയട്ടെ. പറഞ്ഞോടാ. ഞാന് ചെറുതായ സമയത്താണ് പിന്നെ എന്റെ ഒരു ഏട്ടത്തിയുണ്ട്. ഓള് ഇങ്ങനെ ബാലരമ ബാലഭൂമിയൊക്കെ കൊണ്ടുവന്ന് വായിക്കും. എനിക്ക് തരൂല. ആ ദേഷ്യത്തിന് ഒരു ദിവസം ഞാൻ കത്തിച്ച് വെച്ച വളക്കിൽ ഓള് വായിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനെടുത്ത് ഡ്രസ്സിന്റെ ഉള്ളിൽ വെച്ച് വയറ് പൊള്ളി. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ ഡ്രസ്സിന്റെ കുറച്ച് പറ്റിപ്പിടിച്ചു വരും. ഞാനത് ആ സമയത്ത് വേദനയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ അതെടുത്ത് നല്ലോണം ഒന്ന് ഒരച്ചു കൊടുത്ത് തോല് മൊത്തം പോയി. പക്ഷെങ്കിൽ അന്നേരം രക്ഷിക്കാൻ ഈ കൊടുക്കാത്ത ഓള് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓള് വിളിച്ചു ഇയാളുണ്ടാക്കി. കിടപ്പുണ്ടോ? കടപ്പാടൊന്നും ഇപ്പല്ല, പോയി ചെറുതായ സമയത്താ. ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ. എന്റെ അച്ഛൻ ഫുള്ള് പൊള്ളിയതാ, ദേഹം ഫുള്ള് പൊള്ളിയ ആളാ എന്റെ അച്ഛൻ. എന്നിട്ട് ആരോ ഈ ചാക്ക് മെക്കാനിക് ആയിരുന്നു. അപ്പൊ കാറിന്ന് എന്തോ തീ പിടിച്ചിട്ട് അങ്ങനെ വന്നത്. പക്ഷെ ആരോ വന്ന് ഹെൽപ്പ് ചെയ്ത ചാക്ക് കൊണ്ട് അടിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെ അടിച്ചത് പെട്രോൾ മിക്സ് ആയിട്ടുള്ള ചാക്കായിരുന്നു. നല്ല കത്തി. പക്ഷെ ഗൾഫിലായിരുന്നു അന്ന് അച്ഛൻ, ഹോസ്പിറ്റലിലെ മെക്കാനിക് ആയിരുന്നു. അപ്പൊ നല്ല ട്രീറ്റ്മെന്റും AC റൂമിലും ഒക്കെ കടന്ന കാരണം ശരീരത്തിൽ ഒരു പാടുപോലും ഇല്ല. ഫുൾ പൊള്ളിയ ആളാണെന്ന് കണ്ടാലേ തോന്നില്ല ആളെ. നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ കുടുംബജീവിതത്തിൽ എന്താ പ്രശ്നം, കുട്ടികൾ ഉണ്ടാകുന്നില്ല. അപ്പോ ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബ കോടതിയിലൊക്കെ പോയിട്ട് അവര് ഒന്നിച്ച് ഒരു വാടക വീട്ടിലായിരുന്നു. ആ പെൺകൊച്ചു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പയ്യനക്ക് ഈ കുട്ടീനെ ഇഷ്ടമല്ല. അങ്ങനെ ഇവര് ചെറിയ കണ്ണാ മാം, ഇങ്ങനെ കൊച്ചു കണ്ണെന്ന് പറയും. അത് ചൈനക്കാരുടെ കണ്ണില്ലേ, അങ്ങനത്തെ കണ്ണാണ്. അത് സാമ്പത്തികം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെങ്ങാണ്ട് പിരിച്ചൊക്കെയാണ് ആ കൊച്ചിനെ കെട്ടിക്കൊക്കെ ചെയ്തത് കേട്ടോ. ലാസ്റ്റ് ഈ വിഷയം വന്നപ്പോ ഈ ചെറുക്കൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി കഴിഞ്ഞപ്പോ ഉമ്മായും വാപ്പായും ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ കൊച്ച്, അവിടെ ഒരു അനിയത്തി കൊച്ചുണ്ട്, അനിയത്തി കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് അവിടെ നമ്മുടെ ബാക്കില് മറ്റേ കരിയിലൊക്കെ കൂട്ടിയിട്ടുണ്ട്, അത് കത്തിക്കാൻ പോവാ, നീ വരുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു ഞാൻ വന്നില്ല, നീ പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചിരി മണ്ണെണ്ണ ഉണ്ടായിരുന്നു, ഇവള് ആ മണ്ണെണ്ണയും കൊണ്ട് പോയി. പക്ഷെ ഈ കൊച്ച് എന്താന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് കത്തിച്ചു.
കത്തിയ പാടെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നിന്നോടന്ന് അനങ്ങാതിരുന്നാൽ നമ്മുടെ ഇന്റേണൽ പാർട്സിലേക്കൊന്നും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ കത്തി കഴിഞ്ഞാൽ നമ്മൾ നിന്നോടത്ത് നിൽക്കില്ലല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. അങ്ങനെ കൊച്ചിന്റെ ഉള്ളിലേക്കൊക്കെ, അതായത് നാവ് കത്തി, അതുപോലെ തന്നെ നമ്മളെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ കത്തി. അങ്ങനെ കൊച്ചു അവിടെ വീണു. ആരൊക്കെയോ കണ്ട് ഇങ്ങനെ മണ്ണെണ്ണയുടെ മണോ അതുപോലെ തന്നെ കത്തണ മണം കണ്ടു കഴിഞ്ഞപ്പോ വേഗം ഒരു ഇക്ക വന്നിട്ട് വേഗം ഇങ്ങനെ ചാക്ക് കൊണ്ട് മൂടി കഴിഞ്ഞപ്പോ ഈ കൊച്ചിങ്ങനെ കരിക്കട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയൊക്കെ കാണണം, നമുക്ക് കാണുമ്പോ തന്നെ പേടിയാണ്. ഞാൻ ഇന്ന വരെ അങ്ങനെ ഒരു സംഭവം എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അത് ആ കൊച്ചു കിടക്കണം. അപ്പൊ നമ്മളൊന്നും മിണ്ടൂല എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പൊ നമ്മൾ ചെന്നിട്ട് ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചു. നമുക്കിത് ആരാന്ന് അറിയില്ല, കാരണം അത്രയും കറുത്ത് കൊച്ച്. അപ്പൊ കുറച്ച് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചു നീ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തേന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു ഞാൻ വേസ്റ്റ് ഇത് കത്തിക്കാൻ വന്നപ്പോ കത്തിയതാണ്. പക്ഷെ കൊച്ചിനെ ആത്മഹത്യ ചെയ്തത് അതാ ശരിക്കും പറഞ്ഞ. കാരണം കൊച്ചിനെ മാനസികമായിട്ട് അവരുടെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ടോർച്ചറിങ്ങും കുട്ടികളുണ്ടാവുന്നില്ല. മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാണ്. അങ്ങനെ ഒരു വലിയ ഇപ്പൊ അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കെട്ടിയവനക്കെതിരെ ഈ കൊച്ച് എന്ത് പറഞ്ഞിട്ടില്ല, മൊഴി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കെട്ടിയവൻ രക്ഷപ്പെട്ടു മാം ഞങ്ങളുടെ ഇവിടെ ഒരു ചേച്ചി ഇങ്ങനെ ഇതുപോലെ തന്നെ പെട്രോള് തലക്കോടെ ഒഴിച്ചിട്ട് തീ കൊളുത്തി. അപ്പോ ഇങ്ങനെ മൊത്തം ആള് ഇതുപോലെ തന്നെ എന്തോ പ്രശ്നമായിട്ടാണ് ചെയ്തത്. ഞാൻ നേരിട്ടറിയില്ല, ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്കാണ്. അപ്പൊ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഈ ബ്രായിന്റെ ഉള്ളില് പെട്രോൾ ഇങ്ങനെ തങ്ങി നിന്നിട്ട് ബാക്കി എല്ലായിടവും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടെ നന്നായിട്ട് കത്തിയിട്ട് നമ്മുടെ ചെസ്റ്റും ആ ഉള്ളിലെ ഭാഗങ്ങള് ഹൃദയമൊക്കെ വാടിപ്പോയിട്ടാണ് അവൾ മരിച്ചു പോയത്. വേറെ പ്രശ്നമൊന്നും നമ്മുടെ അവിടെ അതിന്റെ ഉള്ളിലായിട്ട് പെട്രോൾ ഇങ്ങനെ തങ്ങി നിന്നതുകൊണ്ട് അവിടെ ശരിക്കും കത്തി. അപ്പൊ അങ്ങനെ വാടിയിട്ട് ആള് 2 ദിവസം ICUയിൽ കിടന്നിട്ട് ആള് മരിച്ചു കോലഞ്ചേരിയില്. ഞാൻ ആ സഹോദരിയുടെ കാര്യം പറഞ്ഞില്ലേ, ഓളിപ്പൊ മരിച്ചു കേട്ടോ. ഇപ്പൊ എല്ലാവരും ക്യാൻസർ ആയിട്ട് മരിച്ചുപോയി. 3 മക്കളുണ്ട്. ഇളയ മോക്ക് 1.5 വയസ്സുള്ള സമയത്താണ് മരിച്ചത്. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആത്മഹത്യ ചെയ്യരുത്. നമ്മൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. ഫസ്റ്റ് എയ്ഡ് ബോക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നാ പ്രസന്റ് ചെയ്യാറ്, ടൈം ഇല്ലടാ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വന്നോ? നമ്മൾ കാണിച്ചോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനത് പ്രസന്റ് ചെയ്യിച്ചാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് എടുക്കാം കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ പോലെ തോന്നുന്നു. കാരണം കുറെ ഇതായല്ലോ കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഷോക്ക്. നമ്മള് അങ്ങനെ കേൾക്കാണല്ലോ. ഓക്കെ. ഫാമിലിയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് അതെല്ലാം നല്ലൊരു രീതിയിൽ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് ആ ഒരു സമയത്ത് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത വരും. കഴിഞ്ഞ ദിവസം എന്റെ അനിയത്തിയുടെ കൂട്ടുകാരത്തിയാണ്, അനിയത്തിക്ക് 23 വയസ്സാ. ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അനിയത്തിയുടെ കൂട്ടുകാരത്തിക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ച് വിട്ടതാണ്. അച്ഛനില്ലാത്ത കുട്ടിയാണ്. അപ്പൊ അമ്മയും ചേട്ടനും കൂടെയാണ്. ചേട്ടനും സെയിം ഏജ് ഒക്കെ തന്നെയാണ്, 1 വയസ്സോ 2 വയസ്സോ മൂത്തോ മാത്രമേ ഉള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ട് അവര് കല്യാണം കഴിച്ച് വിട്ടതാണ്. പക്ഷെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കുട്ടി എന്താ ചെയ്തെന്ന് വെച്ചാല് വീട്ടിലെന്തോ പ്രശ്നം വന്നു. 1 വർഷം കല്യാണം കഴിഞ്ഞ് 1 വർഷം ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു, 1 വർഷം ആവുന്നുള്ളൂ. അപ്പോഴേക്കും ഈ ഇതേപോലെ തന്നെ കുട്ടികളില്ല എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോ ഇവിടെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് കുത്തുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോ ഇവിടെ എന്ത് ചെയ്തു, രാത്രി ഓഫീസിൽ നിന്ന് ഇറങ്ങി ആലുവ, ഞങ്ങളുടെ അടുത്ത് ആലുവ ഒരു പുഴയുണ്ട്. അപ്പൊ ആലുവ പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടി. ഒരു 6:30 ആയപ്പോ ചാടിയതാണ്. 8:30 ആയി കഴിഞ്ഞപ്പോ ആളുടെ ബോഡി കിട്ടി. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു എടുത്ത തീരുമാനം എത്ര റോങ് ആയിരുന്നു. അവർക്ക് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ ഫാമിലിയിൽ നിന്ന് അവർക്ക് പോന്നോട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല. ഇവിടെ ചേട്ടനും അമ്മയ്ക്കൊക്കെ നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം സൂയിസൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് എടുക്കുന്ന സമയത്ത് എടുക്കുന്ന തെറ്റാണ്. നമുക്ക് ദൈവം തന്ന ലൈഫാണ്, അത് എൻജോയ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അദ്ദേഹം എടുക്കുന്നത് തോന്നുന്ന സമയത്ത് എടുത്തോട്ടെ, നമുക്കൊരു അവകാശവും ഇല്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ പറഞ്ഞിട്ടാണോ? അല്ല. നമുക്ക് ദൈവം നമുക്ക് ഈ ഒരു ഭൂമിയിൽ ജനിക്കാനും ഇതേപോലെ ഇങ്ങനെ ജീവിക്കാനും നമുക്കൊരു അവസരം തന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ ഇഷ്ടം പോലെ പ്രശ്നം ഉണ്ടാവും. നമുക്കൊക്കെ തോന്നിയിട്ടില്ലേ ഈ ജീവിതം അങ്ങനെ അവസാനിപ്പിച്ച് കളഞ്ഞാൽ മതി എന്നൊക്കെ? എപ്പോഴെങ്കിലും തോന്നാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടാ.
കാരണം എന്ന് വെച്ചാല് നമുക്ക് തന്നിരിക്കുന്ന ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മള് ഇപ്പൊ വിചാരിക്കുന്നത് എന്താണ്, നമ്മളില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കാണ് ആ നഷ്ടം വരുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് കുറച്ചു നാളത്തേക്ക് നഷ്ടം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആ നഷ്ടം അവരുടെ ജീവിതകാലം മുഴുവനും ഉണ്ടാവും. അപ്പൊ നമ്മളതൊന്ന് ആലോചിച്ചിട്ട് ഒരിക്കലും ഇതേപോലത്തെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാം. മരിക്കാനുള്ളതിന്റെ പകുതി ധൈര്യം മതി മാം ജീവിക്കാൻ. പോരെ, മരിക്കാനായിട്ട് എന്തോരം ധൈര്യം വേണം? അത്രയും പോലും വേണ്ട. അത് ഫേസ് ചെയ്ത് ഓണാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത്. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം എന്താ രീതിയില അതേ പ്രായം എനിക്ക് ഇവിടെ അറിയാം. +1 +2 അതേപോലെ ഡിഗ്രിക്കും ഒരുമിച്ച് പഠിച്ചവരാണ്. എനിക്ക് നന്നായിട്ട് അറിയാം കൊച്ചിനെ. അപ്പൊ എനിക്കത് ഭയങ്കര ഷോക്കായിരുന്നു. ക്ലാസ് എടുക്കാൻ വന്നേക്കാൾ മുമ്പായിട്ടാണ് രാവിലെ നടന്നത്. ഞാൻ അനിയത്തി അറിഞ്ഞു, പക്ഷെ അവള് എന്നോട് പറഞ്ഞില്ല. കാരണം എന്താണ്, അവൾക്ക് ഉറപ്പില്ല. കാരണം അവള് ഭയങ്കര അത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണെന്നൊക്കെയാണ് അനിയത്തിനോട് പറഞ്ഞിരുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഭയങ്കര എൻജോയിങ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമായിരുന്നു ഫോൺ വിളിക്കുമ്പോൾ. അവളുടെ ആ വിഷമം അവൾ ആരോടും തുറന്നു പറഞ്ഞില്ല. ആ ഒരു സങ്കടം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ വിവാഹശേഷമായിരിക്കും. കാരണം വീട്ടുകാരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നുള്ളതാണ് ഒന്നാമത്തെ. ഞാൻ ചെല്ലുമ്പോ അതൊരു ഭാരമായിട്ടാണ് എന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറയണത് എന്താണെന്നറിയാവോ, എന്നെ ഇത്ര കല്യാണം മുമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ പറയണത് എന്താണ്, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ ഇവിടെ വന്നു, ഞങ്ങളിവിടെ ഉണ്ട്. നിന്റെ വീട്, നിന്റെ പ്ലേസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ കല്യാണം കഴിച്ച് വിടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അവിടെ ജീവിക്കാൻ സമാധാനമായിട്ടൊരു ലൈഫ് കിട്ടും. അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് ലൈഫ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവിടെ സെറ്റിൽ ആയിക്കോ. അല്ല നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒറ്റ ഫോൺ വിളി മതി, ഞാൻ അടുത്തുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനിയത്തിനെ. അനിയത്തിന്ന് വെച്ചാല് എന്നെക്കാളും കുറച്ച് ഇളയതാണ് ആള്. അപ്പൊ അമ്മ ചെറുപ്പത്തിൽ ജോലിക്കൊക്കെ പോയിരുന്നത്. അപ്പൊ ഞാനാണ് അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും നോക്കിയിരുന്നതും കുഞ്ഞിലെ മുതൽ കുളിപ്പിച്ചിരുന്നത്. അങ്ങനെയൊക്കെയാണ് അനിയത്തിയായിട്ട്. അപ്പൊ ഭയങ്കര ഇതാണ്. അപ്പൊ അതുകൊണ്ട് അവൾ വിഷമിക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. നല്ല കുരുത്തക്കേടും ഉണ്ട് ആള്, നല്ല കുറുമ്പിയുമാണ്. എനിക്കിട്ട് ഭാര വെക്കലാണ് അവളുടെ മെയിൻ ഹോബി. എന്നാൽ നമ്മൾ മൂത്തവരാണല്ലോ, നമ്മളിപ്പോ ഇത് എടുക്കണം. ഞാനാണ് അവളെ കൂടുതലായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും ഉണ്ട്. PGക്കാണ് പോണത്. ആൾക്ക് ഇപ്പോഴും ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് ഞാനാണ്. ഓക്കെ, ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞാൻ അവളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളിപ്പോ നമ്മുടെ മക്കളോടും അതേപോലെ നമുക്കിപ്പോ സഹോദരിമാരുണ്ടെങ്കിൽ അവരോടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. എന്ത് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനെ തയ്യാറാക്കണം. എല്ലാവർക്കും നല്ലൊരു ലൈഫ് ആവണമെന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾക്ക് എല്ലാവർക്കും ഒന്നില്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് നല്ലൊരു മനോധൈര്യത്തോടു കൂടി ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഫേസ് ചെയ്യാം, ലൈഫ് ഓണാക്കാം. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മോനാണ് പറയുന്നത്. നാളെ രാവിലെ വരുമ്പോ തന്നെ എന്നോട് പറയണം, മിസ്സേ ഞങ്ങൾക്ക് എന്തുണ്ട് ഫസ്റ്റ് ഇയർ ബോക്സ് പ്രസന്റ് ചെയ്യാനുണ്ട് എന്നിട്ട് പറയണോട്ടാ. ഓക്കെ മാം. ഓക്കേടാ, പറഞ്ഞോട്ടെ. സൈൻ ഔട്ട് പറഞ്ഞോ. Ma'am, I am Reshma from Trivandrum. Personality begins where comparison leave off. Be unique, be memorable, be confident, be proud. Shannon L. Elder. Thank you, ma'am, for your wonderful class. Thank you, friends. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.